ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പൊ എന്താ പറയാ? അപ്പൊ എനിക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. പ്രത്യേകിച്ച് വാപ്പായെ കാണാൻ. എനിക്ക് ആദ്യമേന്ന് വാപ്പായെ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. വാപ്പ ഭയങ്കര ദേഷ്യക്കാരനായോണ്ട് ഭയങ്കര ദേഷ്യക്കാരനാ. അപ്പൊ വാപ്പയുടെ അതേ സ്വഭാവം എനിക്കും ഭയങ്കര ദേഷ്യമാണ്. വീട്ടിലേക്ക് ഞാൻ വിളിക്കാറുണ്ട്. പക്ഷെ അവര് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ചെന്നാലേ കയറ്റാൻ പറ്റത്തുള്ളൂ എന്നാണ് അവര് പറയുന്നത്. കാരണം വേറൊരു മതത്തിലുള്ള ഒരാളെ കല്യാണം കഴിച്ചത് കൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. എന്നെ തിരിച്ച് വിളിച്ച് കയറ്റിയാൽ നാട്ടുകാരെന്തു പറയും എന്നുള്ളൊരു ചിന്തയൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് അവരെന്നെ വിളിക്കാത്തതും കോണ്ടാക്ട് ചെയ്യാത്തതും. എന്നാലും ഞാനിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴും ഞാൻ ഇങ്ങനെ വാപ്പായെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളെയൊക്കെ കാണണമെന്നുണ്ട് എന്ന് പറയുമ്പം ഇല്ല, എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് അവിടുത്തെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് തിരിച്ച് ചെല്ലുവാണെങ്കിൽ മാത്രമേ എന്റെ വീട്ടിൽ നിൽക്കാനായിട്ടുള്ളൊരു അവസ്ഥ ഉള്ളൂ എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് പ്രണവ് മരണപ്പെട്ടത്. ശനിയാഴ്ച നടന്ന അന്ത്യകർമ്മങ്ങളിൽ ഷഹാനയുടെ ദൃശ്യങ്ങൾ നൊമ്പര കാഴ്ചയായി. ഇതിനിടെ ഇന്നലെ പ്രണവിനൊപ്പമുള്ള ഒരു പ്രിയപ്പെട്ട ചിത്രം ഷഹാന തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയുണ്ടായി. പ്രണവിന്റെ മരണത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പരിഹാസവാക്കുകളാണ് ഷഹാന ഇപ്പോഴും കേൾക്കുന്നത്. സത്യത്തിൽ ഷഹാന ഒരിക്കലും തോറ്റുപോയിട്ടില്ല. അവൾ തന്നെ എതിർത്ത എല്ലാവരുടെയും മുന്നിൽ ജയിച്ചു തന്നെയാണ് നിൽക്കുന്നത്. എതിർക്കുന്ന പലർക്കും ഒരായുസ് മുഴുവനും ശ്രമിച്ചാലും ലഭിക്കാത്തത്ര സുരഭിലമായ പ്രണയ സാക്ഷാത്കാരം ലഭിച്ച ഭാഗ്യവതിയാണ് ഷഹാന. എത്ര കാലം ജീവിക്കുന്നു എന്നല്ല, ഉള്ള കാലം എങ്ങനെ ജീവിച്ചു എന്നതാണ് പരിഗണിക്കേണ്ടത്. അത് നോക്കുമ്പോൾ അതിഭാഗ്യവാനാണ് പ്രണവ്. കേരളം കണ്ട ഏറ്റവും മനോഹരമായ പ്രണയകഥയിൽ മുൻപന്തിയിലാണ് പ്രണവിന്റെയും ഷഹാനയുടെയും ജീവിതം. പ്രണവിന്റെ മരണം ആഘോഷിക്കുന്നവരുടെ കുഴപ്പം മതഭ്രാന്ത് മാത്രമല്ല, പ്രണയം അനുഭവിക്കാൻ പറ്റാത്തതിലുള്ള അസൂയ കൂടി.